ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്, ഛത്തീസ്ഗഡിലെ ഭിലായ്, അതുപോലെ ബൊക്കാറോയിലെ ജാർഖണ്ഡിലെ ബൊക്കാറോ. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഛത്തീസ്ഗഡിലെ ഭിലായ്, അതുപോലെ ജാർഖണ്ഡിലെ ബൊക്കാറോ. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് പോർട്ടനോവ 1830. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല പോർട്ടനോവ. അപ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഛത്തീസ്ഗഡിലെ ഭിലായ്, അതുപോലെ ജാർഖണ്ഡിലെ ബൊക്കാറോ. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് പോർട്ടനോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ 1907. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് ഫുൾ ഫോം. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടിസ്കോ ഇരുമ്പുരുക്ക് ശാല ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ. ടിസ്കോ ഇരുമ്പുരുക്ക് ശാല ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ. ടിസ്കോ ഇരുമ്പുരുക്ക് ശാല സുവർണരേഖ നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ. വിശ്വേശ്വരയ്യ കർണാടകയിലെ ഭദ്രാവതിയിലെ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല ഭദ്രാവതിയിൽ. ടിസ്കോ ജാർഖണ്ഡിലാണ്. ടിസ്കോ ജാർഖണ്ഡ്. ബൊക്കാറോ ജാർഖണ്ഡ്. ഭിലായ് ഛത്തീസ്ഗഡ്. റൂർക്കേല ഒഡീഷ. അപ്പോൾ വിശ്വേശ്വരയ്യ ഭദ്രാവതി, ടിസ്കോ ജാർഖണ്ഡ്, ബൊക്കാറോ ജാർഖണ്ഡ്, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല വെസ്റ്റ് ബംഗാളിലാണ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ. ധോൾവി മഹാരാഷ്ട്രയിൽ. കുന്ദ്രേമുഖ് കർണാടക. അപ്പോൾ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്, ധോൾവി മഹാരാഷ്ട്ര, കുന്ദ്രേമുഖ് കർണാടക. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. 5ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-ന്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ബാങ്കുകളുടെ ആദ്യഘട്ട ദേശസാൽക്കരണം നടത്തിയ പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി. 1969 ജൂലൈ 19-ന്. ബാങ്കുകളുടെ ആദ്യഘട്ട ദേശസാൽക്കരണം നടത്തിയ പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി. 1969 ജൂലൈ 19-ന്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-ന്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജ്.
ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ. അതുപോലെ ബാങ്കുകളുടെ ആദ്യഘട്ട ദേശസാൽക്കരണം നടത്തിയ പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതി 1969 ജൂലൈ 19. സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 10-ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 10-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി 9-ഉം സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 10. പഞ്ചവത്സര പദ്ധതി മോഡലുകൾ. 1-ാം പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയിൽ. 1-ാം പദ്ധതി 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡലിൽ. 2-ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. 2-ാം പദ്ധതി മഹലനോബിസ് മോഡൽ. 3-ാം പദ്ധതി ചക്രവർത്തി മോഡൽ. 3-ാം പദ്ധതി ചക്രവർത്തി മോഡൽ. 4-ാം പദ്ധതി ഡി.ആർ. ഗാഡ്ഗിൽ മോഡൽ. 4-ാം പദ്ധതി ഡി.ആർ. ഗാഡ്ഗിൽ മോഡൽ. 5-ാം പദ്ധതി ഡി.ഡി. ദർ മോഡൽ. ഡി.ഡി. ദർ മോഡൽ 5-ാം പദ്ധതി. 6-ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മോഡൽ. 6-ാം പദ്ധതി ഗാന്ധിയൻ മോഡൽ. 8-ാം പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 8-ാം പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 9-ാം പഞ്ചവത്സര പദ്ധതി പീപ്പിൾസ് പ്ലാൻ. 9-ാം പഞ്ചവത്സര പദ്ധതി പീപ്പിൾസ് പ്ലാൻ. 10-ാം പദ്ധതി കേരള മോഡൽ. 10-ാം പദ്ധതി കേരള മോഡൽ. 11-ാം പദ്ധതി വിദ്യാഭ്യാസ മോഡൽ. 11-ാം പദ്ധതി വിദ്യാഭ്യാസ മോഡൽ. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ. 2-ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. 3-ാം പഞ്ചവത്സര പദ്ധതി ചക്രവർത്തി മോഡൽ. 4-ാം പഞ്ചവത്സര പദ്ധതി ഡി.ആർ. ഗാഡ്ഗിൽ മോഡൽ. 5-ാം പഞ്ചവത്സര പദ്ധതി ഡി.ഡി. ദർ മോഡൽ. 6-ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മോഡൽ. 8-ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 9-ാം പഞ്ചവത്സര പദ്ധതി പീപ്പിൾസ് പ്ലാൻ. 10-ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ. 11-ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസ മോഡൽ. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായി. ശാരദാ സദൻ ആരംഭിച്ച വർഷം 1889 മുംബൈയിൽ. ശാരദാ സദൻ ആരംഭിച്ച വർഷം 1889 മുംബൈയിൽ. പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതും പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയുടെ പുസ്തകമാണ് ദ ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. ദ ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. അപ്പോൾ ശാരദാ സദൻ ആരംഭിച്ച വർഷം മുംബൈയിൽ 1889. പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയുടെ പുസ്തകം ദ ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. സംഘടനാ സ്ഥാപകർ. സേവാ സദൻ സ്ഥാപിച്ചത് B.M. മലബാറി. നവവിധാൻ കേശവ് ചന്ദ്രസൻ. ഇന്ത്യ ഹൗസ് ശ്യാംജി കൃഷ്ണവർമ്മ. ചിപ്കോ സുന്ദർലാൽ ബഹുഗുണ. മാനവധർമ്മസഭ ദുർഗാരാം. അപ്പോൾ സേവാ സദൻ B.M. മലബാറി. നവവിധാൻ കേശവ് ചന്ദ്രസൻ. ഇന്ത്യ ഹൗസ് ശ്യാംജി കൃഷ്ണവർമ്മ. ചിപ്കോ സുന്ദർലാൽ ബഹുഗുണ. മാനവധർമ്മസഭ ദുർഗാരാം. വഹാബി പ്രസ്ഥാനം ഷാ വാലിയുള്ള. ഭാരതീയ വിദ്യാഭവൻ K.M. മുൻഷി. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി മാഡം ബിക്കാജി കാമ. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി നവാബ് അബ്ദുൾ ലത്തീഫ്. അപ്പോൾ വഹാബി പ്രസ്ഥാനം ഷാ വാലിയുള്ള. ഭാരതീയ വിദ്യാഭവൻ K.M. മുൻഷി. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി മാഡം ബിക്കാജി കാമ. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി നവാബ് അബ്ദുൾ ലത്തീഫ്.